ക്രോഷി ടീൽസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻസും അറിയിക്കുക കേട്ടോ. ഇപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. ഹായ്. അപ്പോൾ ഇന്ന് ക്രോഷിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ലിപ്പ് നോട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം യാൺ എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹുക്കും സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാൻ തുടങ്ങിയാലോ. സ്ലിപ്പ് നോട്ട് ചെയ്യാനായിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ടെങ്കിലും നമ്മളതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാത്ത വിധത്തിൽ ബിഗിനേഴ്സിന് ഏറ്റവും സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ യാണ് ആദ്യം അങ്ങനെ വിരലിലൂടെ ചുറ്റിക്കുക. എന്നിട്ട് ആ സർക്കിൾ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിലൂടെ നമ്മൾ യാണിനെ പുറത്തേക്ക് വലിക്കുക. അപ്പോൾ ഒരു കെട്ട് വന്നില്ലേ, അതാണ് സ്ലിപ്പ് നോട്ട് കേട്ടോ. ഞാനും കൂടി കാണിച്ചു തരാം. യാണിങ്ങനെ ചുറ്റിക്കുക, സർക്കിളിലൂടെ നമ്മളത് പുറത്തേക്ക് വലിക്കുക. ഇതാണ് സ്ലിപ്പ് നോട്ട്. നമ്മൾ അതിൻ്റെ അകത്തൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് നോട്ട് റെഡി ആയിട്ടോ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആകാനൊന്നും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ടെൻഷൻ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. അത് അധികം ലൂസാവും, അധികം ടൈറ്റ് ആവാത്ത വിധത്തിൽ ഒരു മീഡിയം ടെൻഷനിൽ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങുന്ന വിധത്തിൽ വേണം നമ്മൾ ടൈറ്റ് ആക്കാൻ കേട്ടോ. അതാ ഇങ്ങനെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട്, ഇതാണ് സ്ലിപ്പ് നോട്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ച് ആണ്. സ്ലിപ്പ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ സ്റ്റിച്ചസ് ആണ്. ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നുള്ള സ്റ്റിച്ചസ് നമ്മൾ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ഇതാ അങ്ങനെ ഹുക്ക് അങ്ങനെ യാണിൽ കൊളുത്തിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത നോട്ടിനകത്ത് കൂടെ താഴേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ കണ്ടില്ലേ ചെയിൻ കിട്ടിയത്. അപ്പോൾ ഹുക്ക് ഇങ്ങനെ യാണിൽ കൊളുത്തുക, താഴേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. കണ്ട ഹുക്ക് അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക. Turn the left side and pull downward. That's all about chain stitch. Now the chain stitch is ready.